പ്രിയപ്പെട്ടവരെ, വീട്ടിൽ നമ്മൾ അടുത്ത ഒരു സെറ്റ് തോട്ടം റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അതിനുള്ള കുഴികളൊക്കെ കുത്തിയായിരുന്നു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. കുഴിയൊക്കെ കുത്തി ഡോളമായിട്ട് ഇട്ട് അതുപോലെ വളമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നടുന്നത് വാഴങ്കന്നാണ്. നമുക്കൊരു 5 വാഴങ്കന്ന് കിട്ടിയായിരുന്നു കേട്ടോ. അത് കുറേ ആയി ഇങ്ങനെ ഇരിക്കുന്നത്, നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ട് ഇരുന്നാണ്. കാരണം കൈക്കോട്ടിളക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് എന്തായാലും ആ വാഴങ്കന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ 5 കന്നും അത് കംപ്ലീറ്റ് റെഡിയാക്കി എടുത്ത് അത് മുളയൊക്കെ പൊട്ടിയിട്ടുണ്ട്. 5 കന്നിനും കുറേ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടില്ല, നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് ആ വാഴങ്കന്ന് എടുത്തിട്ട് ആ കുഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ മണ്ണ് ഇറക്കണം കേട്ടോ. അപ്പോൾ ആ മേൽമണ്ണ് ഇങ്ങനെ ഇറക്കുക, വളം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ്. അതിങ്ങനെ ഇറക്കിയിട്ട് ആ കന്നിങ്ങനെ അമർത്തി വെക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 5 വാഴങ്കന്നും ഇതേപോലെ നട്ടു കേട്ടോ. ഏകദേശം മുള ഇങ്ങനെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളഭാഗം ഇങ്ങനെ മേലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വാഴങ്കന്ന് വെച്ചോണ്ട് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ നമ്മൾ പുതയിട്ട് കൊടുക്കണം. പുതയിട്ടതിന് ശേഷം നല്ലോണം നനക്കണം. അപ്പോൾ നമ്മൾ പുതയിട്ട് കൊടുക്കാൻ ഇപ്പം നമ്മൾ കരിയില ഉപയോഗിക്കുന്നത്, നമ്മൾ ചമ്മലാന്നാണ് പറയുക. അപ്പോൾ ചമ്മൽ ഒരു ബക്കറ്റിൽ നിറച്ചിട്ട് നേരെ ആ ഒരു കുഴിയിൽ നിറയ്ക്കണം കേട്ടോ. ആ കന്നിങ്ങനെ മൂടുന്ന രീതിയിൽ നിറക്കാൻ കുഴപ്പമില്ല. അങ്ങനെ ആ കരിയിലെടുത്തിട്ട് 5 കുഴിയും ഇങ്ങനെ ഫില്ല് ചെയ്ത് ആ കന്ന് മൂടുന്ന രീതിയിൽ ഇങ്ങനെ അമർത്തി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലോണം നനയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.